നമുക്ക് ആദർശിന്റെയും നയനയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ ആയിട്ടാലോ. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അബിക്ക് അവന്തിയെക്കുറിച്ച് ചില സംശയങ്ങളൊക്കെ തോന്നുവാണ്. ഡേവിഡുമായിട്ട് അവൾക്ക് നല്ല ബന്ധമുണ്ട്. പക്ഷെ അത് എന്താ ഏതാണെന്നൊന്നും അബിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്തിയിട്ട് തന്നെ കാര്യം. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമല്ല. അവള് തന്നോട് കള്ളം പറയുന്നുണ്ട് അവന്തിക. അതുപോലെ തന്നെ ഡേവിഡ് സാറും തന്നോട് കള്ളത്തരം പറയുന്നുണ്ട്. അവർ തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് ആദ്യം തന്നെ അറിയണം എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ട്. അങ്ങനെ അവന്തികയെ ഫോളോ ചെയ്യാൻ തന്നെ അബി തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് അബിക്കിട്ട് പണി കൊടുക്കാനായിട്ട് നവ്യ തീരുമാനിക്കുന്നുണ്ട്. ഇവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കാരണം ഇവൻ തന്നെ ചതിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവനോട് ചതിയണം, ചതിക്ക് തിരിച്ചു തന്നെ ചതിയണം. പക്ഷേങ്കില് അത് ഒറ്റയടിക്ക് തീർത്തിട്ട് കാര്യമില്ല. ഇവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളാ ചെയ്യണ്ടേ. അതിനു മുമ്പ് ഈ പറയുന്ന എൻ ജ്വല്ലറിയുടെ MD ആയിട്ടുള്ള ഡേവിഡും അബിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയണം. അതറിയണമെങ്കിൽ അയാളുമായിട്ട് കുറച്ച് സ്നേഹത്തിൽ നിന്നാൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒടുവിൽ നവ്യ എന്ത് ചെയ്തു, ഡേവിഡിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ കണ്ട് സംസാരിക്കണ സമയത്ത് ഡേവിഡിനോട് ഓരോ കാര്യങ്ങളെ കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഡേവിഡിന് സംശയം ഉണ്ടാകാത്ത രീതിയിലാണ് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പക്ഷേങ്കിൽ ഡേവിഡ് എന്ത് ചെയ്തു, തനിക്കറിയാവുന്ന കാര്യങ്ങൾ, അതായത് നാഗേന്ദ്രനെ കുറിച്ചല്ലാതെ ബാക്കിയുള്ള കുറെ കാര്യങ്ങളൊക്കെ നവ്യയോട് പറയുന്നുണ്ട്. നവ്യയ്ക്ക് അയാളുടെ സംസാരത്തിന് കുറച്ച് കാര്യം മനസ്സിലായി. കാരണം ഇതിനു മുമ്പ് അല്ല, ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട്. ഈ പറയുന്ന ഡേവിഡ് അല്ല ശരിക്കും കമ്പനിയുടെ ഓണർ. അതിപ്പോ നവ്യയ്ക്ക് ആദ്യമായിട്ട് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇതിനു മുമ്പ് ആദർശിനും എനിക്കും എല്ലാവർക്കും അത് തോന്നിയ കാര്യമാണ് താനും. നവ്യയ്ക്കറിയാം ഈ കമ്പനിയെ നിയന്ത്രിക്കുന്ന മറ്റാരോ ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ അയാളെ തന്നെ നമ്മൾ കണ്ടെത്തണം. അപ്പൊ അയാൾ ആരാ എന്താന്നൊക്കെ അറിയണം. ഒരു പക്ഷേങ്കിൽ അബിക്ക് അയാളുമായിട്ടാണോ ബന്ധമൊന്നും അറിയില്ലല്ലോ. അയാളെ കണ്ടെത്തിയാൽ മാത്രമേ ഈ മൂർത്തി ജ്വല്ലറിയുടെ ശത്രു ആരെന്നറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നവ്യ തീരുമാനിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ അയാളിൽ നിന്ന് കിട്ടുകയും ചെയ്തു. നവ്യയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും അയാളെ വെറുപ്പിക്കാൻ പാടില്ല. അയാളോട് ചേർന്ന് നിന്നിട്ട് വേണം. അതുവരെ താൻ അബിയെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ പാടില്ല. ചന്തമോളുടെ അച്ഛൻ അവനാന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഡേവിഡിനോട് പോലും പറഞ്ഞില്ല. അയാൾ കാണിച്ച കള്ളത്തരത്തെക്കുറിച്ചൊന്നും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡേവിഡ് തന്നോട് ഒരു കാര്യങ്ങളും പറയില്ല എന്നുള്ള കാര്യം നവ്യയ്ക്കും അറിയായിരുന്നു. പിന്നീട് അവന്തിക്ക് ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്കെന്നും പറഞ്ഞിട്ട് ഇറങ്ങുവാണ്. ആ സമയം അബി എന്നിട്ട് ജലജയോട് ചോദിച്ചു, അല്ലമ്മേ അവളേതാ എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. ആർക്കറിയാം, ഏതെങ്കിലും ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോകുന്നതായിരിക്കും. അവളിങ്ങനെയാ ഇടയ്ക്കിടയ്ക്കൊരു പോക്ക് അങ്ങോട്ട് പോകും. പിന്നെ കുറെ സമയം കഴിഞ്ഞിട്ടേ വരാറുള്ളൂ. ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കടിച്ചു തിന്നാനായിട്ട് വരും. അല്ലെങ്കിലും അവൾക്ക് നമ്മളെ ഒന്നും വിലയില്ലല്ലോ. അയർലൻഡ് പോയിട്ട് വന്നതിന് ശേഷം അവൾക്ക് ഈ കുടുംബത്തിലുള്ളവരുടെ താല്പര്യം കൂടുതൽ. ഞാൻ പറയുന്ന അവൾ അനുസരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവളെ ഫോളോ ചെയ്യാൻ തന്നെ അബി തീരുമാനിച്ചു. അങ്ങനെ ഒടുവില് അവന്തിയെ പോയ വഴി തന്നെ അബി ചെല്ലുവാണ്. ഒടുവില് മോഡേൺ ഹോട്ടലിന്റെ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അബിയെ അങ്ങോട്ട് കയറ്റി വിടുന്ന ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവന്തിയേക്ക് കയറി പോകുന്നതിനൊരു കുഴപ്പമില്ല. പക്ഷെ അബി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ ഏതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, ഞാൻ എൻ ജ്വല്ലറിയുടെ മാനേജറാന്നൊക്കെ പറഞ്ഞു. എൻ ജ്വല്ലറിയുടെ മാനേജറാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവർക്കൊന്നും പറയാനില്ല. അത് മാത്രമല്ല, ഇപ്പൊ പോയത് എൻ്റെ സഹോദരി അവന്തികയാണ്. അപ്പൊ അവളിവിടെ എവിടെയാ റൂം എടുത്തിരിക്കുന്നത്, അവൾ എനിക്കൊന്ന് കാണണം, അവൾ ആരെ കാണാൻ വന്നാ എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, അബി അവന്തിക പോയ റൂമിലേക്ക് ചെല്ലുവാണ്. പക്ഷെ അവിടെ നാഗേന്ദ്രൻ ഉണ്ടായിരുന്നു. അങ്ങനെ അബി അങ്ങോട്ടേക്ക് അപ്പൊ വരുമെന്നുള്ള കാര്യം അവന്തികയ്ക്കും അറിയത്തുണ്ടായിരുന്നില്ല. ഒടുവില് അബിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന്തികയും നാഗേന്ദ്രനും ഒന്നും ശരിക്കും ഒന്നും ഞെട്ടിപ്പോയി. പിന്നീടാണ് ദേഷ്യത്തോടെ അബി ചോദിക്കുന്നത്, ഇയാൾ ആരാ, നീ ഇയാളെ കാണാൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പലപ്പോഴും നീ വീട്ടിൽ ഓരോരുത്തരെ ഫ്രണ്ട്സിനെ കാണാനൊന്നും പറഞ്ഞ് ഇറങ്ങി ഇങ്ങോട്ടേക്ക് വരാനാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അവന്തികയെ ചോദ്യം ചെയ്യാണ്. അപ്പോഴേക്കും നാഗേന്ദ്രൻ അബിയുടെ നിരക്ക് തിരിവാണ്. ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ, എന്തറിഞ്ഞിട്ടാ നീ ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അബി പറഞ്ഞു, നിങ്ങൾ ആരാണെങ്കിൽ എനിക്കെന്താ, എന്റെ പെങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്താ കണക്ഷൻ എന്നൊക്കെ ചോദിച്ചു. അത് നിനക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇപ്പൊ പറഞ്ഞാൽ നിനക്കത് മനസ്സിലാവും. പക്ഷേങ്കില് അത് ഞാൻ തന്നെ പറഞ്ഞു തരണല്ലേ, നിന്റെ അമ്മയോട് നീ ഒന്ന് പോയി ചോദിച്ചു നോക്കാനൊക്കെ പറഞ്ഞു. എന്റെ അമ്മയോടോ, അത് ഞാൻ ഇതിനെ എന്റെ അമ്മയോട് പോയി ചോദിക്കണേന്ന് ചോദിച്ചു. എടാ, ഇതുവരെയായിട്ട് നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ. പക്ഷെ എന്നാ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ അച്ഛനാടാ ഞാനെന്ന് പറഞ്ഞു. ഈ നിൽക്കുന്ന അവന്തികയുടെ നിന്റെ അച്ഛനാ ഞാനെന്ന് പറഞ്ഞു. ഒരു നിമിഷം അബി ഞെട്ടിപ്പോയി. അച്ഛനോ? അതെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് അബി നാഗേന്ദ്രനെ കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛാന്ന് പറഞ്ഞിട്ട്. എന്നാലും ഇത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ. കാരണം കുഞ്ഞുനാളിൽ എങ്ങാണ്ട് അബി കണ്ടൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ.
അഭി ചെറുതായിരുന്ന സമയത്ത്. അതുകൊണ്ടാണ് അഭി തിരിച്ചറിയാതെ പോയത്. ആ സമയം നാഗേന്ദ്രൻ പറഞ്ഞു, അവന്തിക്ക് അറിയാം, കാരണം അവന്തി ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. പക്ഷേങ്കിൽ നിനക്ക് മാത്രം എന്നെ അറിയത്തില്ലാത്തതുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം നിന്റെ അമ്മയ്ക്ക് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞു, അല്ല അമ്മയ്ക്ക് അറിയില്ല, അമ്മയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ അമ്മ എന്നോട് പറഞ്ഞേനോ, എന്നിട്ട് എന്താ അച്ഛന് ഇങ്ങനെ വന്ന് ഒളിച്ചു കഴിയണ്ട, അതിന്റെ ആവശ്യം എന്താ എന്നൊക്കെ ചോദിച്ചു. അതെ, എനിക്ക് കുറച്ച് ജോലികളും കൂടെ ബാക്കിയുണ്ട്, അതിനുശേഷം മാത്രമേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അതുവരെ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിന്റെ അമ്മയോട് പോലും പറയില്ലെന്ന് പറഞ്ഞു. അല്ല അതെന്താ അച്ഛാ കാര്യം? അതിന്റെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, തൽക്കാലത്തേക്ക് നീ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് അഭി ചോദിച്ചു, അല്ലച്ചാ അച്ഛൻ എന്തിനാ പിന്നെ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയെന്ന് ചോദിച്ചു. അതിന് കാരണക്കാരൻ നിന്റെ മുത്തശ്ശനാണ്. നിന്റെ മുത്തശ്ശൻ കാരണം ഞാൻ വീട് വിട്ടു പോയത്. പക്ഷെ അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ എനിക്ക് സമ്മതം ഉണ്ടായിരുന്നില്ല. എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹങ്ങളും ഒക്കെ ആയിരുന്നു എനിക്ക്. പിന്നീട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവനോട് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഏൻ ജ്വല്ലറി ഈ പറയുന്ന നാഗേന്ദ്രനെയാണ് അല്ലെങ്കിൽ അബിയുടെയൊക്കെ ആണെന്നുള്ള കാര്യം മാത്രം പറഞ്ഞില്ല. അത് അവന്തിയോടും പറഞ്ഞായിരുന്നു, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കേണ്ടെന്നുള്ള കാര്യം. അത് പറയാൻ സമയമായിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അബി പറഞ്ഞു, അച്ഛൻ ഞാനും അമ്മയൊക്കെ അവിടെ കഴിയുന്ന വെറും ആശ്രിതന്മാരെ പോലെയാ. ഒരു പക്ഷേങ്കിൽ അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ അമ്മ മിക്കവാറും അച്ഛനോടൊപ്പം വരുമെന്ന് പറഞ്ഞു. അവൾ ഇപ്പോഴായിരുന്നില്ല എൻ്റെ കൂടെ വരേണ്ടിയിരുന്നേ. ഞാൻ എന്നാ വീട് വിട്ട് ഇറങ്ങിയ സമയത്ത് പറഞ്ഞായിരുന്നു, അന്ന് അവള് വന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അവള് വരണമെന്ന് ആഗ്രഹമൊന്നുമില്ല. പക്ഷെ അവളെ ഞാൻ വിളിക്കും, ഇന്നല്ല വേറൊരു ദിവസം വിളിക്കാം. തൽക്കാലത്തേക്ക് നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയണ്ട. ഇത് കേട്ടിഞ്ഞിപ്പോ അഭി പറഞ്ഞു, എന്നാലും അവന്തിക്ക് ഇത്രയും കാലം നീയും എന്നെ പറ്റിക്കുമായിരുന്നല്ലോ, നിനക്കെങ്കിലും ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു. പിന്നീട് അവന്തി പറഞ്ഞു, അത് പിന്നെ അഭിയേട്ട അച്ഛൻ പറഞ്ഞോണ്ടാന്നൊക്കെ പറയാണ്. അങ്ങനെ ഒടുവില് അവര് തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അഭിക്ക് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. ഇപ്പൊ തനിച്ചല്ല, അച്ഛനും ഉണ്ട്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നീട് ഏൻ ജ്വല്ലറി ജോലിക്ക് കയറിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഗേന്ദ്രന്, നിനക്ക് വേണ്ടി ഞാൻ വലിയ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്, അധികം വൈകാതെ അത് നിനക്ക് അറിയാൻ പറ്റുമെന്ന്. അപ്പൊ അവന്തികയോട് അത് എന്താന്ന് ചോദിച്ചപ്പം അവന്തിയെ പറഞ്ഞു, എന്നോട് ചോദിക്കണ്ട, അത് അച്ഛനായിട്ട് വെച്ചിരിക്കുന്നതല്ലേ, അച്ഛനായിട്ട് ആ സർപ്രൈസ് അഭിയേട്ടന് തന്നോളൂ എന്നൊക്കെ പറഞ്ഞു. അഭിയേട്ടൻ ധൈര്യമായിട്ടിരിക്കുക, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ആരുടെ മുന്നിൽ നമ്മൾ തല കുനിച്ച് നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഇത്രയും നാളത്തെ പോലൊന്നും അല്ല ഇനി കാര്യങ്ങളൊക്കെ. അഭിയേട്ടൻ എന്താ വിചാരിച്ചോണ്ടിരുന്നേ, ആ വീട്ടിലുള്ളവരോടല്ല എനിക്ക് സ്നേഹമാണോ? അത് വെറുതെയാ. ആ വീട്ടിലുള്ളവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പക്ഷെ തൽക്കാലത്തേക്ക് അമ്മ ഇത് അറിയാൻ പാടില്ല. അമ്മ അഭിയേട്ടൻ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ സന്തോഷം നിങ്ങൾ പുറത്ത് കാണിക്കും. അതുകൊണ്ട് മാത്രം ആ കുടുംബത്തിലുള്ള ഒറ്റ എണ്ണത്തിന് എനിക്ക് ഇഷ്ടമില്ല. ആ കുടുംബത്തിലുള്ള എല്ലാത്തിനും ഞാൻ അടിച്ചിറക്കുമെന്ന് പറഞ്ഞു. അവിടെ അവസാനം ഞാനും അച്ഛനും അഭിയേട്ടനും അമ്മയൊക്കെ ആയിരിക്കും താമസിക്കാൻ പോകുന്നത്. അധികം വൈകാതെ അത് അഭിയേട്ടനും മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു. അഭിക്ക് അതൊരു പുതിയ അറിവായിരുന്നു. അഭി ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള സംഭവവികാസങ്ങളെ കുറിച്ചൊക്കെ ഒന്നും അറിയുണ്ടായിരുന്നില്ല. പിന്നീട് നയനയെ കാണാനായിട്ട് നവ്യ ചെല്ലുന്നുണ്ട്. കാരണം ഇനി അവളെ കാണാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. അങ്ങനെ ചെല്ലുന്ന സമയത്ത് കുറെ ഡ്രസ്സൊക്കെ എടുത്തോണ്ടാ പോന്നെ. 3-ാം മാസം ചടങ്ങിന് പോലും വന്നില്ല. അന്നൊക്കെ ഇങ്ങനെ വാശി കാണിച്ചിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ദാമയുടെ എലിസബത്തും ഒക്കെ ഉണ്ടായിരുന്നു. നവ്യനെ കണ്ടു കഴിഞ്ഞപ്പോ ആരാ എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ നവ്യ ഞാന് നയനയുടെ ചേച്ചിയാന്ന് പറഞ്ഞു. കാരണം ഇതിനു മുമ്പ് നവ്യ പോയിട്ടില്ലല്ലോ. ഒടുവില് നയനയുടെ അടുത്ത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാ നവ്യ ചേച്ചി വന്നേന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നീട് നവ്യ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നോട് ക്ഷമിക്ക്, കാരണം എന്റെ ഭാഗത്താ തെറ്റ്. ഞാൻ നിങ്ങളെ ഒത്തിരി അവിശ്വസിച്ചു. ഇപ്പൊ എനിക്ക് സത്യങ്ങളൊക്കെ അറിയാം. ചന്തുമോളുടെ അച്ഛന് അഭിയാന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇത് ഞാൻ അറിഞ്ഞിട്ട് കുറച്ച് നാളായി. പക്ഷെ എനിക്ക് പ്രതികാരം ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പം ജീവിച്ചിരിക്കുന്നു പോലും എന്നൊക്കെ പറഞ്ഞു. നയന പിന്നീട് നവ്യനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് നവ്യ പറഞ്ഞു, എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം. ഏൻ ജ്വല്ലറിക്കാരാണ് ശത്രുക്കളെങ്കിൽ അതിന്റെ പിന്നിലുള്ള ആരാന്ന്, അതുപോലെ തന്നെ ആദർശേടനെ നിന്നെ രക്ഷിച്ച് തിരികെ അനന്തപുരിയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞു. അബിയെ അവിടുന്ന് ചവിട്ടി പുറത്താക്കണം, അത് മാത്രം എൻ്റെ ഇപ്പം ലക്ഷ്യം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയനയ്ക്ക് സന്തോഷമായി. കാരണം ഒരാളും കൂടെ കൂടിയിട്ടുണ്ടല്ലോ, അപ്പൊ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമാവും. നയന പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട്, നവ്യേച്ചിക്ക് അറിയാലോ, അവരെ കുറിച്ചുള്ള കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അത് നമ്മൾ കുറെ വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. എനിക്കറിയാം, എന്ത് വന്നാലും എൻ്റെ ജീവൻ പോയാലും ശരി, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അതിന് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും. സത്യങ്ങൾ കണ്ടെത്താൻ ഞാനും കൂടുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ചേച്ചി അനിയത്തി തമ്മിൽ കെട്ടിപ്പിടിക്കുകയാണ്. നയനയ്ക്ക് മനസ്സിലായി തൻ്റെ ചേച്ചി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പ്രതികാരം ചെയ്യാന്ന് പറഞ്ഞാൽ കൊല്ലും കൊലയല്ല, അല്ലാത്ത പ്രതികാരം ചെയ്യാനാണ് നവ്യേച്ചി ഇറങ്ങി തിരിച്ചിരിക്കുന്നുള്ള കാര്യം. ആ ഒരു സന്തോഷം നയനയ്ക്കും ഉണ്ടായിരുന്നു. ഈ സമയം അനിയുടെ കേസ്
കുടുംബ കോടതി വരുന്നുണ്ട്. അപ്പം കുടുംബ കോടതി വിളിച്ചു കഴിഞ്ഞപ്പം ഇനിയിപ്പം ഒരു കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ വേണം. അനാമയ്ക്കും എനിക്കും പെട്ടെന്ന് അങ്ങോട്ട് ഡിവോഴ്സ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ കൗൺസിലിങ്ങിന് ചെല്ലാൻ വേണ്ടിയിട്ട് വിളിപ്പിക്കുകയാണ്. അപ്പൊ അനാമികയും അനിയും കൂടെ കൗൺസിലിങ്ങിന് വേണ്ടി ചെന്നു. അങ്ങനെ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അനി അടുത്തില്ല. അനി പറഞ്ഞു, എനിക്ക് ഇവളോടൊപ്പം ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ല, എനിക്ക് ഇവളെ വേണ്ടെന്ന് തന്നെ തീർത്ത് പറയണം. അനിയുടെ മനസ്സിൽ നന്ദുവാണല്ലോ. പക്ഷെ നവീന് മനസ്സിലായി ഇവൻ മിക്കവാറും ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെടുന്ന പോലും നന്ദുവിനെ കണ്ടായിരിക്കും, നന്ദുവിനെ വിവാഹം കഴിക്കാനായിട്ടായിരിക്കും. ഇവന്റെ പ്രണയം നന്ദുവിനോടാണല്ലോ. നവീൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം നവീൻ സ്നേഹിക്കുന്ന പെണ്ണാണ് നന്ദു. അതുപോലെ തന്റെ പെണ്ണിനെ ഇവ സ്വന്തമാക്കാൻ എത്തുമെന്നൊരു പേടി നവീന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് അനാമയോട് കോടതിയിൽ നിന്ന് തന്നെ പറയുന്നുണ്ട്, ഇനിയിപ്പം ഇങ്ങനെ ഈ കൗൺസിലൊക്കെ നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് തന്നെ രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഡിവോഴ്സ് തന്നെ. പക്ഷെ അനാമി പറഞ്ഞു, അങ്ങനെ ഡിവോഴ്സ് ആണെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞു. പക്ഷെ അനി നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറല്ല. അനി പറഞ്ഞു നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറല്ല. കാരണം ഇവളെൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ അനി വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കില്ല എന്ന് പറഞ്ഞു. അനാമയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്ന അനിയോട്. അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സ് കൊടുക്കത്തില്ല, എനിക്ക് ഡിവോഴ്സ് ഇപ്പോൾ വേണ്ടാന്നുള്ള അനാമിക പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്ക്. കാരണം കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടൊരു പ്രയോജനമില്ല. അതെനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമായിരുന്നു. എങ്ങനെയെങ്കിലും ഇവളിൽ നിന്ന് ഒന്ന് ഡിവോഴ്സ് കിട്ടിയാൽ മാത്രം മതിയെന്നും ഉണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ നവീനോട് അനി എന്നീ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നവീൻ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യുക, നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ കുറച്ച് നഷ്ടപരിഹാരം കൊടുക്കുക. എനിക്കും പിന്നീട് തോന്നി എങ്ങനെയെങ്കിലും ഈ ബാധ്യം ഒന്ന് തലേന്ന് ഒഴിവാകുവാണെങ്കിൽ അതായിരിക്കുമല്ലോ നല്ലത്. പിന്നീടൊരു ദിവസത്തേക്ക് കേസ് മാറ്റി വെക്കുകയാണ് ചെയ്തത്. ഈ സമയത്ത് നന്ദുവിന് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ചില വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരാള് മോഡേൺ ഹോട്ടലിൽ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ ഒടുവിൽ നന്ദു അയാളെ ചോദ്യം ചെയ്യാനായിട്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. പക്ഷേങ്കിൽ നന്ദു ഉദ്ദേശിച്ച ആളായിരുന്നില്ല അത്. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നാഗേന്ദ്രൻ അറിഞ്ഞിട്ട് അവിടുന്ന് അയാളെ മാറ്റിയിട്ടുണ്ടായിരുന്നു. നന്ദുവിന് ശരിക്കും നിരാശയായിപ്പോയി. കാരണം ഉദ്ദേശിച്ച ആളെ കിട്ടിയില്ല. എന്നാലും അങ്ങനെ പിൻവാങ്ങാനായിട്ട് നന്ദു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സ്വർണ്ണക്കടത്തുമായിട്ട് വന്ന അയാളെ പിടികൂടി ഇല്ലാതാക്കിയതാണ് ഏൺ ജ്വല്ലറിക്കാര്. പക്ഷേങ്കിൽ ഇതങ്ങനെ താൻ വെറുതെ വിടത്തില്ല, ഇത്തവണ എന്താളും പിടികൂടും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു നന്ദുവിന് മനസ്സിൽ. കാരണം വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും താൻ തോറ്റു പോകുന്നുള്ള കാര്യം നന്ദുവിന് അറിയായിരുന്നു. അങ്ങനെ 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നുപോയി. പിന്നീട് നയന ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ആദർശില്ലായിരുന്നു. നയന തനിച്ചാണ് ക്ഷേത്രത്തിലേക്ക് പോയത്. അങ്ങനെ നയന ക്ഷേത്രത്തിലേക്ക് കയറി ചെന്ന് തൊഴുത് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും വേണം മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയത്ത് നയനയ്ക്ക് പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ തോന്നി. നയന പെട്ടെന്ന് തല കറങ്ങി അവിടെ താഴെ വീഴുവാണ്. മുത്തശ്ശൻ ഇത് കണ്ടോണ്ടാ വന്നേ. ഒരു നിമിഷം മുത്തശ്ശനും ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. മുത്തശ്ശൻ പെട്ടെന്ന് ഓടി വന്ന് നയനെ കോരി എടുക്കുവാണ്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പൊ നയനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ഷീണവും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു. നയനോട് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളായിരുന്നു ഡോക്ടർ. അവിടെ ചെന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം ഇവിടെ ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്നൊക്കെ മുത്തശ്ശനോട് പറഞ്ഞു. എന്നാലും മുത്തശ്ശന് ടെൻഷനായിരുന്നു. അങ്ങനെ നയനെ തനിച്ചാക്കിയിട്ട് മുത്തശ്ശന് പോകാനും തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് ബോധം വീണ് കഴിഞ്ഞപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ മുത്തശ്ശനാണ് തൻ്റെ അരി ഇരിക്കുന്നത്. നയന ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴാ ഞാൻ തലറിയും കിടക്കുന്നതുണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂടെ വന്ന വേണ്ടപ്പെട്ടവരെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്, അവരിപ്പോൾ തന്നെ വരുമെന്നൊക്കെ പറഞ്ഞു. വലിയ രസത്തിലുള്ള സംസാരമായിരുന്നില്ല. നയനയ്ക്കത് മനസ്സിലായി, തന്നോട് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കണമെന്ന്. എന്നാലും മുത്തശ്ശൻ്റെ പെരുമാറ്റത്തിലൊക്കെ നയനയ്ക്ക് സംശയം തോന്നി. ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് പുറമെ കപടത കാണിക്കുവാണോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു നയനയുടെ മനസ്സിൽ. എന്താണെങ്കിലും കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ആദർശും എല്ലാവരും കൂടെ വരുന്നുണ്ട്. അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശന് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവുകയാണ്. ആ സമയത്ത് നയന ആദർശനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദർശേട്ടാ, നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ. മുത്തശ്ശൻ എന്നോട് സ്നേഹമുണ്ട്, അതെനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അതെന്താ? മുത്തശ്ശൻ പുറമെ അഭിനയിക്കുന്ന മുത്തശ്ശനുള്ളിൽ സ്നേഹം തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേങ്കിൽ സത്യങ്ങളൊക്കെ തെളിയിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടി മുത്തശ്ശൻ കാത്തിരിക്കുമായിരിക്കും എന്ന് തോന്നുന്നതെന്നൊക്കെ നയന പറയുന്നുണ്ട്. മൂർത്തി മുത്തശ്ശന്റെ കള്ളത്തരങ്ങളൊക്കെ നയന കണ്ടുപിടിക്കുന്നൊക്കെയുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിനി കാണാൻ പോകുന്നത്. എന്താണെങ്കിലും അധികം വൈകാതെ അഭി സത്യങ്ങളൊക്കെ അറിയും. ഏൺ ജ്വല്ലറി തൻ്റെ അച്ഛൻ്റെ എന്നുള്ള കാര്യം താനാണ് ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത അധിപൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയും. അപ്പോൾ അഭി നിലത്തൊന്നും ആയിരിക്കില്ല. പക്ഷേ അഭിക്കെട്ടൊക്കെ പണി കൊടുക്കാനായിട്ട് ഏൺ ജ്വല്ലറി തകർത്ത് വരാനായിട്ട് നവിയും നയനയും എല്ലാവരും കൂടെ ഇറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ വിശേഷമായിരുന്നു. വേദയുടെയും വിക്രത്തിൻ്റെയും വിശേഷങ്ങൾ 18-ാം തീയതി വരെ
18-ാം തീയതി കഴിഞ്ഞിട്ട് ഇനി ഉള്ളൂ. അപ്പൊ അതുവരെ 1 മണിക്കൂർ നീണ്ട വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇനിയിപ്പം നയനയുടെ ആദർശിനെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. 8:30 തൊട്ട് 9:30 വരെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും മെഗാ വിശേഷം തന്നെയായിരിക്കും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.